വേദിയിലിരിക്കുന്ന BJPയുടെ സമുന്നതരായ നേതാക്കൾ, സഹപ്രവർത്തകർ, ഒപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും അവരവരുടെ രാജ്യത്തെ ഇഷ്ടമാണ്, ഭാരതത്തെ, ഒപ്പം സംസ്ഥാനത്തെയും, ഒപ്പം നമ്മൾ ജീവിക്കുന്ന ഏത് ജില്ലയിലാണോ ആ ജില്ലയെ നമ്മൾ ഇഷ്ടപ്പെടും, ആ ജില്ലയുടെ വികസനം നമ്മൾ ഇഷ്ടപ്പെടും. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ ജീവിക്കുന്ന അവിടെയാണ്. തിരുവനന്തപുരത്തിൻ്റെ വികസനം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. അതുപോലെ തന്നെ എനിക്ക് ആറ്റിങ്ങലിനോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ആറ്റിങ്ങലിൽ നിന്നാണ് 30 വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ ഭാര്യയുടെ നാട് ഇവിടെ അവനമഞ്ചേരിയിലാണ്. അതുകൊണ്ട് ആറ്റിങ്ങലിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷെ കഴിഞ്ഞ 30 വർഷമായിട്ടും ആ ഇഷ്ടത്തോടൊപ്പം തന്നെ നമുക്കൊരു വിഷമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആറ്റിങ്ങലിൽ നമ്മൾ ഒരിക്കലും ഒരു വികസനം എന്നൊരു സാധനമേ കണ്ടിട്ടില്ല. കുറച്ച് പുറകോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നും നമ്മൾ കാണുന്ന ഈ റോഡ് ബ്ലോക്കായി കിടക്കുന്നതും മറ്റുമാണ്. എന്നിട്ടും ഇടത് വലത് മുന്നണികൾക്ക് മാത്രം ഈ കാലാകാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെന്താണ് കാരണം? നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അതിനും കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അവർക്കൊരു ഓപ്ഷൻ ഇല്ല, മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ ഒരു അവസരമില്ല. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ BJP ഈ ഭാരതം മുഴുവൻ വികസിച്ചിരിക്കുന്നു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസനം എന്തെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ നമ്മൾ ജയിപ്പിച്ചാൽ മാത്രമേ ഈ മാറ്റം വരൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. പലയിടത്തും പറയും ഇന്ന് ഇവിടുന്ന് ജയിച്ചാൽ നമുക്കൊരു കേന്ദ്രമന്ത്രി കിട്ടുന്നു. പക്ഷെ ഇവിടെ ഓൾറെഡി നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ട്. ഈ കേന്ദ്രമന്ത്രി തുടർന്ന് ഭരിച്ചാൽ മതി. കാരണം നരേന്ദ്രമോദി തന്നെയാണ് ഭരണത്തിൽ വരാൻ പോകുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു മത്സരത്തിന് പോകുന്നത്? മത്സരത്തിന്റെ പോലും ആവശ്യമില്ല. ഇപ്പോൾ ഇവിടുത്തെ അടൂർ പ്രകാശിനോട് ചോദിച്ചാൽ താങ്കളുടെ നേതാവ് ആരാണ് പ്രധാനമന്ത്രി ആവാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന് അവർ പറയും. അപ്പുറത്ത് അവരെ എതിർക്കുന്ന ജോയിയുടെ പാർട്ടിയുടെ പറയുന്നത് എന്താ? ഞങ്ങളുടെ സ്ഥാനം ഞങ്ങൾക്ക് ഇയാൾ അടൂർ പ്രകാശിനെ തോൽപ്പിക്കണം. കാരണം എന്താ? അയാൾ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ അപ്പം അവിടെ രാഹുൽ ഗാന്ധിയാണ്. അപ്പം ഈ ഇരു കൂട്ടർക്കും രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടത്. എന്നാൽ അവർ തമ്മിൽ അടിക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാരെ ജയിപ്പിക്കാൻ മടിക്കുന്നു? പക്ഷെ ഇത്തവണ അതിനൊരു മാറ്റം വരുന്നത് വെച്ചാൽ, എവിടെ നമ്മൾ യാത്ര ചെയ്ത ആൾക്കാരോട് ചോദിച്ചാലും പറയുന്നത് ഇത്തവണ കൃഷ്ണന്മാരെ ഞങ്ങൾ മാറി ചിന്തിക്കുകയാണ്. ഞങ്ങൾ ഇത്തവണ BJPക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് കേരളം മുഴുവനുണ്ട്. അപ്പൊ പിന്നെ ആറ്റിങ്ങലിൽ എന്തിന് നമ്മൾ ആലോചിക്കണം? കാരണം പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ പ്രിയങ്കരനായ മുരളീധരനുണ്ട്. ഏത് കാര്യവും നടത്താൻ ഏത് സമയത്തും നമുക്ക് എപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്ന അപ്രോച്ചബിളായ ഒരു വ്യക്തിയാണ് ശ്രീ മുരളീധരൻ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ എന്തിനാണ് ഇടത് വലത് പാർട്ടികളെ പറ്റി നമ്മൾ ചിന്തിക്കണം, സ്ഥാനാർത്ഥികളെ പറ്റി ചിന്തിക്കണം? പക്ഷെ ഇതിനൊരു മാറ്റം, നമ്മളെല്ലാവരും BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ്. നമ്മളിവിടെ ഇരുന്ന് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിൽക്കുന്ന 10 പേരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയും, പാർട്ടിക്കാർ പറയും ബൂത്ത് തലത്തിൽ നമുക്ക് 100 വോട്ട് ഉണ്ടാക്കാൻ പറ്റും. വേണ്ട, നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരു ദിവസം അരമണിക്കൂർ നമ്മുടെ വാട്സാപ്പിനകത്ത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഇടത് വലത് സുഹൃത്തുക്കളോട് ഒന്ന് നമ്മൾ സംസാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ പറഞ്ഞു തുടങ്ങും, ഞങ്ങൾക്ക് മടുത്തു തുടങ്ങി, മതിയായി. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടു, എൻ്റെ തലമുറയ്ക്കും നഷ്ടപ്പെട്ടു. വരുന്ന തലമുറയ്ക്കെങ്കിലും നമ്മൾ നല്ലൊരു ജീവിതം കൊടുക്കണമെങ്കിൽ നമ്മൾ BJPയെ വോട്ട് ചെയ്ത് BJPയുടെ മുരളിച്ചേട്ടനെ ഇവിടുന്ന് ജയിപ്പിക്കേണ്ടതല്ലേ? ഇത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പല സുഹൃത്തുക്കളും നിങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നുണ്ടാവും, ഞങ്ങൾക്ക് മടുത്തു, ഇടതിനും മടുത്തു, വലതിനും മടുത്തു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഇന്നത്തെ സംസ്ഥാനം ഇത്രേ ഉള്ളൂ. നരേന്ദ്രമോദി സർക്കാർ എത്ര സീറ്റ് നേടുന്നുള്ളൂ, ജയത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ പണ്ട് തൊട്ട് പറയും UP സർക്കാർ, അയ്യോ ഉത്തർപ്രദേശിന്റെ അവസ്ഥ ദയനീയമാണ്, ഗുജറാത്തിന്റെ അവസ്ഥ ദയനീയമാണ്. അങ്ങോട്ട് നോക്കി നമ്മൾ അനാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നവരാണ് മലയാളികൾ. ഇന്ന് അവർക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്നത് ആ നാട്ടിൽ മാത്രമാണ്. ഏത് മേഖല എടുത്താലും അവിടെ വികസിക്കുകയാണ്, നമ്മൾ പിന്നോട്ട് പോവാണ്. അതിന്റെ കാരണം എന്താ? ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയും. എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു തേരിലോ ഒരു രഥത്തിലോ ഒരു കുതിരയ്ക്ക് പകരം 2 കുതിര കെട്ടിയാൽ കൂടുതൽ ഭാരം, കൂടുതൽ ദൂരം, കൂടുതൽ വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാവർക്കും അറിയാം. ഇതിപ്പോ എന്താ പറ്റുന്നത്? ഒരു ട്രെയിനിന്റെ അപ്പുറത്തൊരു എഞ്ചിൻ ഇപ്പുറത്തും എഞ്ചിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ അത് നിന്നു പോകും. അതാണ് നമ്മളിന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ആറ്റിങ്ങലിലെല്ലാം കാണുന്നത്. നമ്മുടെ പ്രതിനിധിയില്ല. അതേസമയം നമ്മളൊന്ന് ആലോചിക്കുക, നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ് നമ്മുടെ മുരളിച്ചേട്ടനെ ജയിപ്പിച്ചു വിട്ടാൽ വരാൻ പോകുന്ന ആറ്റിങ്ങൽ, ആ വികസിത ആറ്റിങ്ങലിന്റെ ഒരു പിക്ചർ നമ്മൾ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ദിവസം, ഇനി വരുന്ന ഒരു 30-35 ദിവസങ്ങൾ, ഈ 35 ദിവസങ്ങളിൽ അതിശക്തമായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചാൽ
ഒരു കാര്യം സുനിശ്ചിതമാണ്, വൻ ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങലിൽ നിന്ന് നമുക്കൊരു മന്ത്രിയെ കിട്ടാൻ പോകുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. എല്ലാവരും ഇന്നു മുതൽ ഒരു അരമണിക്കൂർ നേരം നമ്മുടെ മുരളിച്ചേട്ടന് വേണ്ടി ചെലവഴിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഭാരത് മാതാ കീ. സന്തോഷം. അടുത്ത വരുന്നത് മുരളിച്ചേട്ടന്റെ വിജയയാത്രയ്ക്കായി.